സോഷ്യോളജി എന്ന സബ്ജക്റ്റിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആണ്. ഈ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സോഷ്യോളജി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ട്, ഒരു സയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ക്ലിയർ ഏരിയ ഓഫ് സ്റ്റഡി ഉണ്ട്. സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റീനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ്. അതിൻ്റെ ക്ലിയർ ഏരിയ ഓഫ് സ്റ്റഡിയാണ് എന്ത് ഈ സോഷ്യോളജി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്ന സംഭവം സ്റ്റിൽ ഡിബേറ്റഡ് ആണ്. ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സോഷ്യോളജിസ്റ്റുകൾക്കും പല രീതിയിലുള്ള ഒപ്പീനിയൻസ് ആണ്. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്. പക്ഷേ ഈ ഒപ്പീനിയൻസ് വെച്ച് നോക്കുന്ന സമയത്ത് മെയിനായിട്ട് രണ്ട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഐഡിയാസ് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ടോട്ടൽ സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്നതിൻ്റെ കാര്യം നമുക്ക് പറയാം. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തഡോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സൊസൈറ്റിയാണ്. സൊസൈറ്റീനെ പറ്റിയിട്ടുള്ള ഒരു മെത്തഡോളജിക്കലായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഹൗ ഹ്യൂമൻ സിവിലൈസേഷൻ ഫങ്ഷൻസ് ആസ് ആൻ യൂണിറ്റ്. അപ്പോൾ ഒരു ഹ്യൂമൻ സിവിലൈസേഷൻ അങ്ങനെ തന്നെ ഒരു സിംഗിൾ യൂണിറ്റായിട്ട് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളത് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് എക്സാമിൻസ് സോഷ്യൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി. അതായത് പീപ്പിളും സൊസൈറ്റിയും തമ്മിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് എക്സാമിൻ ചെയ്യും. സോഷ്യോളജി ഈസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഹൗ സൊസൈറ്റീസ് ഡെവലപ്പ്, എൻഡ്യൂർ ആൻഡ് ഫൈനലി ചേഞ്ച്. സോഷ്യോളജി എന്തൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും? സൊസൈറ്റീസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അതേപോലെ തന്നെ എത്ര കാലം എൻഡ്യൂർ ചെയ്യുന്നു, അതേപോലെ തന്നെ എങ്ങനെയാണ് അവസാനം ഈ സൊസൈറ്റി ചേഞ്ച് ആവുന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കും. സ്കോപ്പ് ഇൻക്ലൂഡ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ പ്രോസസ്സസ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പിംഗ്സ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ മാരേജ് പോലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പഠിക്കും, സോഷ്യൽ പ്രോസസ്സസിനെ പറ്റി പഠിക്കും, അതേപോലെ തന്നെ സോഷ്യൽ ഗ്രൂപ്പിംഗ്സിനെ പറ്റിയിട്ടും റിലീജിയൻ പോലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ പഠിക്കും. ഇനി ഈ സോഷ്യോളജി എന്ന് പറയുന്ന സാധനം പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ഇഷ്യൂസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അതിനൊരു നോർമറ്റീവായിട്ടുള്ള റെക്കമെൻഡേഷൻ, അതിന് റെസൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോർമറ്റീവായിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്കൂൾസ് ഓഫ് തോട്ടാണ് എന്തിനുള്ളത് ഈ സോഷ്യോളജിക്കുള്ളത്. അതിനകത്ത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സ്പെഷ്യലിസ്റ്റിക് ഓർ ഫോർമലിസ്റ്റിക് സ്കൂളാണ്. ഈ ഒരു ഐഡിയ കൊണ്ടുവന്നിട്ടുള്ളത് ജോർജ് സിമൽ എന്ന് പറഞ്ഞ ഒരു സോഷ്യോളജിസ്റ്റാണ്. അപ്പോൾ ഇയാൾ എന്താ പറയുന്നത് വെച്ചാൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പ്യുവർ സയൻസാണ്. അതേപോലത്തെ ഇതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്താ പഠിക്കുക വെച്ചാൽ ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, അതിൻ്റെ എക്സാമ്പിളായിട്ട് എന്ത് പറയുന്നുണ്ട്, കോമ്പറ്റീഷൻ, സബോർഡിനേഷൻ, ഇതിനൊക്കെ പറ്റിയിട്ട് മാത്രം പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്യുവർ സയൻസ് ആണെന്ത് സോഷ്യോളജിയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇത് എന്തിലേക്ക് നോക്കുന്നില്ല, വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് സ്പെസിഫിക് ഡീറ്റെയിൽസ്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഇത് നോക്കുന്നില്ല, അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നോക്കുന്നില്ല. ജസ്റ്റ് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഫോംസിനെ പറ്റി മാത്രം പഠിക്കുന്നതാണെന്ത് ഈ ഫോർമലിസ്റ്റിക് സ്കൂൾ അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ എന്ന് പറയുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാർ മാക്സ് വെബർ പോലെ അതേപോലെ തന്നെ വെയർക്കാൻ പോലെയുള്ള ആൾക്കാരിൽ എന്തുന്നുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവർ ബിലീവ് ചെയ്ത കാര്യം വെച്ചാൽ സോഷ്യോളജി എന്തിനാണ് ഈ ഫോക്കസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഓൺ സ്റ്റഡിങ് ആൻഡ് ഓർഗനൈസിങ് ദീസ് ഫോംസ്, അത് ഈ ഫോംസൊക്കെ ഓർഗനൈസ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. പകരം എന്തല്ല അതിൻ്റെ ആക്ച്വൽ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് നമ്മൾ ആവശ്യമില്ല, പകരം ഇതിൻ്റെ പുറത്ത് കൂടിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. എങ്ങനെ ഇത് ഓർഗനൈസ് ചെയ്യുക, ഈ ഫോംസൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇതിനെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പെഷ്യലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമലിസ്റ്റിക് ആയിട്ടുള്ള സ്കൂളിനെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസം, ഇവരെ കുറ്റം ഇവർക്ക് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്രോച്ച് കാരണം ഈ സോഷ്യോളജി എന്ന് പറയുന്ന സാധനത്തിൻ്റെ സബ്ജക്റ്റിനെ ലിമിറ്റ് ചെയ്യും, അതായത് കുറച്ച് ചുരുങ്ങിയ രീതിയിലേക്ക് ലിമിറ്റ് ചെയ്യും. അതേപോലെ തന്നെ സോഷ്യൽ ഫോംസും അതിൻ്റെ കണ്ടൻറ്റും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഔട്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, അതിനുള്ളിലുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളതാണ് ഇതിനകത്ത് ഇതിൻ്റെ ക്രിറ്റിസിസം ആയിട്ട് പറയാം. ഇനി അതർ ഫീൽഡ്സ് ലൈക്ക് പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ സോഷ്യൽ റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ സോഷ്യോളജി കനോട്ട് എക്സിസ്റ്റ് ഇൻ ഐസൊലേഷൻ. ഇതിന് ഒറ്റയ്ക്ക് സോഷ്യോളജി എന്ന സബ്ജക്റ്റ് നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും നിർത്താൻ വേണ്ടി പറ്റില്ല. എല്ലാ സയൻസും എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി വരുന്നത് സെക്കൻഡ് സിന്തറ്റിക് സ്കൂൾ എന്ന് പറയും. ഈ സിന്തറ്റിക് സ്കൂളിനകത്ത് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു ജനറൽ സയൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അല്ലാണ്ട് എന്തല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്യുവർ സയൻസ് ആയിട്ടല്ല കണക്കാക്കുന്നുള്ളത്. അതേപോലെ തന്നെ ദാറ്റ് സിന്തസൈസ് ഓൾ ഫേസസ് ഓഫ് ലൈഫ്, അതായത് സോഷ്യൽ ലൈഫിൻ്റെ എല്ലാ ഫേസസും അതെന്ത് ചെയ്യണം, കവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ സോഷ്യോളജി എന്ന് പറയുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്ട്സിനെ പറ്റിയിട്ട് ഇത് പഠിക്കണം, എല്ലാ ടോപ്പിക്സിനെ പറ്റിയിട്ടും അത് പഠിക്കുന്ന ഒരു സ്കൂളാണ് സിന്തറ്റിക് സ്കൂൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോപ്പണൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗിൻസ്ബർഗ്, സൊറോക്കിൻ, അതേപോലെ തന്നെ ഡർക്കീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിസ്റ്റ്. അപ്പോൾ ഇവരെന്താ പറയുന്നത് വെച്ചാൽ സോഷ്യോളജി ഷുഡ് സ്റ്റഡി സോഷ്യൽ ലൈഫ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി ഗിവൺ ദ കണക്റ്റഡ്നെസ് ഓഫ് ഓൾ ഇറ്റ്സ് കോമ്പണൻസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ കോമ്പണൻസ് ഇൻ്റർ കണക്റ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള എൻറ്റയർ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നാണ് എന്ത് പറയുന്നത് ഈ സിന്തറ്റിക് സ്കൂളിലെ ആൾക്കാർ പറയുന്നത്. ഇനി ഈ ഒരു ഡക്കിങ്ഹാംസിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഈ സോഷ്യോളജി എന്ന് പറയുന്ന സമയത്ത് ശരിക്കും 3 ഡിവിഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് സോഷ്യൽ മോർഫോളജി, അതിനകത്ത് പോപ്പുലേഷനെ പറ്റിയിട്ടും ടെറിട്ടോറിയൽ ആസ്പെക്ട്സിനെ പറ്റിയിട്ടൊക്കെ പറയും. അടുത്ത സോഷ്യൽ ഫിസിയോളജിനകത്ത് റിലീജിയൻ, മോറൽസ്, ലോസിനെ പറ്റിയിട്ടൊക്കെ പറയണം. അതേപോലെ തന്നെ ജനറൽ സോഷ്യോളജിനകത്ത് സോഷ്യൽ ലോസിനെ പറ്റിയിട്ട് മാത്രം പറയണം. ഇനി ഗിൻസ്ബർഗിനെ വെച്ച് നോക്കുന്ന സമയത്ത് സോഷ്യൽ മോർഫോളജി എന്ന് പറയുന്നത് ഗിൻസ്ബർഗിനെ വെച്ച് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോപ്പുലേഷൻ ഉണ്ട്, പിന്നെ സോഷ്യൽ സ്ട്രക്ചർ അതിനകത്ത് ആഡ് ആവും. പിന്നെ രണ്ടാമത് സോഷ്യൽ കൺട്രോളിനകത്ത് ലോസ്, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വരും. തേർഡ് വൺ സോഷ്യൽ പ്രോസസ്സിനകത്ത് മോഡ് ഓഫ് ഇൻട്രാക്ഷൻ, കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ് ഒക്കെ വരും. ഇനി സോഷ്യൽ പാത്തോളജിനകത്ത് പോവർട്ടി, ക്രൈം, അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ഇതിനകത്ത് ഡിഫറൻസ് നോക്കുന്ന സമയത്ത് സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ എന്ന് പറയുന്നത് ഒരു ബേസിക് ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ പറ്റി മാത്രം പഠിക്കുന്നത്, അതായത് കോമ്പറ്റീഷൻ, ലീഡർഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എന്തില്ല ഇത് പോകില്ല. സ്പെഷ്യലിസ്റ്റിക് സ്കൂളാണ് എന്തില്ല ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. മറ്റേ സിന്തറ്റിക് സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഓൾ പാർട്സ് സോഷ്യൽ ലൈഫ് ടുഗദർ, ഈ സോഷ്യൽ ലൈഫിൻ്റെ എല്ലാ പാർട്ടും ഒന്നിച്ചെടുത്തിട്ട് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് പഠിക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഈ സിന്തറ്റിക് സ്കൂൾ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ ഇത് നമുക്ക് എന്താണ് സിംഗുലർ ആണെന്നും ഇതെന്താണ് പ്ലൂറൽ ആണെന്ന് ആലോചിക്കാൻ മതി. അതായത് ഇതെന്താണ് പ്യുവർ സയൻസ് ആണ് ഒന്നാമത്തത്, മറ്റേ രണ്ടിൽ എന്താ ജനറൽ സയൻസ് ആണ്. ഇതിനെ സോഷ്യോളജി എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് വെച്ചാൽ എന്താ യുണീക്ക് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടതാണ് രണ്ട് പറയുന്നത് എന്താണ് ഇൻ്റർ കണക്റ്റഡ് ആണ്, എല്ലാത്തിനെ പറ്റിയിട്ടും എന്ത് ചെയ്യും ഇതിനകത്തേക്ക് പഠിക്കും.